നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ നല്ലൊരു തുടക്കം സമ്മാനിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. എല്ലാ പുതുമകളും ഇവർക്ക് വന്നു ചേരുന്നു. എല്ലാ നന്മകളും ലഭിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. ഈ നക്ഷത്രക്കാർ ഉള്ള ഇടങ്ങൾ, ഉള്ള വീടുകളിൽ ഇവരുടെ കൂടെ ഉണ്ടാകുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിലൊക്കെ പുതിയ പുതിയ മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ യോഗ്യമായിട്ടുള്ള ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു. വിശദമായ വിവരണം തരുന്നതിന് വേണ്ടിയാണ് ഇത്ര രീതിയിൽ വിശദമായി പ്രതിപാദിച്ചു പോകുന്നത്. ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ വ്യക്തമായി കൊണ്ട് തന്നെ പറയേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് വ്യക്തമായി വിശദമായി പ്രതിപാദിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര രീതിയിൽ വിശദീകരിച്ച് പോകുന്നത്. ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ വന്നു ചേരുന്ന, ഒട്ടേറെ ഉയർച്ചകൾ കാണുന്ന സമയം അനുകൂലമായി കൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രവേശിക്കുന്ന ചില നക്ഷത്രക്കാർ, ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടിമുടി മാറ്റമാണ്. ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഇവരുടെ മുന്നിൽ വന്നു ചേരുന്നു. സാമ്പത്തിക നിലയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു. ഞെട്ടിത്തെരിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതിയിൽ ഒട്ടേറെ പൊളിച്ചെഴുത്തുകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. സമ്പത്ത് കുതിച്ചു വരാനും സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിനും ധനം കുമിഞ്ഞുകൂടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകളൊക്കെ മാറുന്നു. അതായത് താൽക്കാലിക ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ അതൊക്കെ മാറുന്നു. അതോടൊപ്പം തന്നെ മനസ്സിനിഷ്ടപ്പെട്ട, അവർക്ക് ഇണങ്ങുന്ന ഒരു ജോലി ലഭിക്കാനുള്ള അവസരം, അത് സ്ഥിര വരുമാന വർധനവ് വന്നു ചേരുന്ന പ്രൊമോഷനോടുകൂടി സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ, അതിനുള്ള തൊഴിൽ മേഖലകൾ ഒക്കെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. സന്തോഷകരമായിട്ടുള്ള മാനസികാവസ്ഥ, സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം, ഒട്ടേറെ പുതുമകൾ, ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമൊക്കെ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നതിന് മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന, ഉയർച്ച നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്ന അനുകൂലമായ അവസ്ഥകൾ തുടർന്നും ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ്. ഇതുവരെ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. സമയമൊക്കെ അനുകൂലമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇനി ലഭിക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന അവസരങ്ങളാണ്. ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന പക്ഷം അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴി മാത്രമല്ല, അനേകം വഴികൾ അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകളൊക്കെ മാറും. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവർ നിൽക്കുന്ന ഇടം, ഇവർ വസിക്കുന്ന വീട്, വീട്ടിലുള്ള അംഗങ്ങൾ, അവർക്ക് പോലും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്നതിനും തൊഴിൽ ഇടത്തിൽ അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭഗവാനെ കാണിക്ക അർപ്പിക്കുക. അതോടൊപ്പം തന്നെ ഭഗവാൻ മോദകം വഴിപാട് വെള്ളിയാഴ്ചകളിൽ സമർപ്പിക്കുക. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളുമൊക്കെ ഉണ്ടാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഞെട്ടിക്കുന്ന അവസരങ്ങൾ വന്നു ചേരുന്നു. ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന പക്ഷം അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ, രോഗാവസ്ഥകൾ ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു അവസ്ഥ അവരിൽ നിന്ന് മാറുന്നു. പ്രത്യേകിച്ചും പൂർണ്ണാരോഗ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനും ഇപ്പോൾ ഉള്ള മോശമായ അവസ്ഥകളൊക്കെ മാറി അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലുള്ള ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുന്നതിനും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പുതിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മാറ്റങ്ങൾ എന്ന് പറയുന്നത് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ
പല വിധത്തിലുള്ള മാറ്റങ്ങൾ, അടിമുടി മാറ്റം. വീട് രക്ഷപ്പെടുന്നു, കുടുംബം രക്ഷപ്പെടുന്നു, അവിടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലൊക്കെ എത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്രക്കാർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. കടബാധ്യത അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ മാറ്റം എന്ന് പറയുന്നത് കടങ്ങളൊക്കെ തീർക്കുന്നതിനും വലിയ സമ്പാദ്യം വന്നു ചേരുന്നതിനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള പലവിധ പിന്നോക്കാവസ്ഥകൾ, അതായത് താല്പര്യമില്ലാത്തൊരവസ്ഥ, പഠന സംബന്ധമായിട്ട് അലസത, ഇത്തരം കാര്യങ്ങളൊക്കെ മാറി നേട്ടങ്ങൾ കൊണ്ടുവരുന്നത് സമയം കൂടിയാണ് മകം നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവർ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക, ഭഗവാന് പാൽപായസം, തൃക്കൈവെണ്ണ, കതിർപ്പഴം, നിവേദ്യം ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്ന അത്ഭുതപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ്. മാനസിക സംഘർഷങ്ങൾ ഒരുപാട് അനുഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ അവർക്ക് അനുകൂലമായ സുവിശേഷം വന്നു ചേരുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. ഒട്ടേറെ ഉയർച്ചകൾ, ഒട്ടേറെ മാറ്റങ്ങൾ, അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മികച്ച രീതിയിൽ അവരുടെ കുടുംബം ഐശ്വര്യപൂർണമായി എത്തിച്ചേരാനും സാധിക്കുന്ന ഒരു സമയമാണ്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനും സാധിക്കുന്ന ഒരു സമയം ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്കും വളരെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് വന്നിരുന്നത്. ഇപ്പോൾ ഇതുവരെ അനുഭവിച്ച പലവിധ കഷ്ടതകൾ, ജീവിതത്തിൽ ഒട്ടേറെ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടപ്പിലായിട്ടില്ല. പലതും അവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്നു ചേരുകയും ജീവിതത്തിൽ ഒട്ടേറെ അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മഹാഭാഗ്യത്തിന്റെ, മഹാ ഐശ്വര്യത്തിന്റെ സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ ഇവർ അനുഭവിക്കാൻ പോകുന്നതും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതും. ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം, അത് അവരുടെ ജീവിതത്തിൽ തൊട്ടറിയാൻ സാധിക്കുന്ന വളരെ അനുകൂലമായ ഒരു സമയം ഇവർക്ക് ലഭിച്ചിരിക്കുന്നു. ഇവർ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാരെ തേടിയെത്താനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. മികച്ച രീതിയിൽ ഇവരുടെ ജീവിതം ഐശ്വര്യപൂർണമാകും, നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ എത്തുന്നു. പ്രത്യേകിച്ചും ഇവർക്ക് വിദേശ യാത്രയ്ക്ക് തരപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ടോ ജോലി സംബന്ധമായിട്ടോ ഒക്കെ തടസ്സങ്ങളുള്ള അവസ്ഥകൾ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മിന്നുന്ന വിജയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ കാര്യവിജയം ഉണ്ടാകുന്നു. ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ആ അവസ്ഥകളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടുവരുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മിന്നുന്ന വിജയം ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. എന്തുകൊണ്ടും നേട്ടങ്ങളാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത്. ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗം വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ്. പലവിധ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുന്നു. ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. മഹാഭാഗ്യം തന്നെ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. സന്തോഷകരമായിട്ടുള്ള ഒട്ടനവധി വാർത്തകൾ കേൾക്കാനുള്ള അവസരവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മഹാഭാഗ്യം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ നല്ല സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. നേട്ടങ്ങൾ ഒരുപിടി ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഒട്ടേറെ നന്മകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മഹാഭാഗ്യം തന്നെ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്ന് വേണം കരുതാൻ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങൾ മാറുന്നു. അവസരങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു. പരിശ്രമത്തിന് അനുകൂലമായ സുവിശേഷം തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. ജീവിതത്തിൽ
പല വിധത്തിൽ തോൽവികൾ പരാജയങ്ങളൊക്കെ അനുഭവിച്ച ആളുകളാണെങ്കിൽ ഇപ്പോൾ മുതൽ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പരാജയങ്ങളൊക്കെ മറന്നുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ അനുകൂലമായ സ്ഥിതിവിശേഷം ഒന്നുചേരാൻ സാധിക്കുന്ന ഒരു സമയം എത്തിച്ചേർന്നിരിക്കുന്നു. കാര്യവിജയം ഇവർക്കുണ്ടാകും. ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും ആ പ്രവർത്തനങ്ങൾ അനുകൂലമായി കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് സന്താന സൗഭാഗ്യം, മക്കളില്ലാത്ത ദമ്പതികൾക്ക് സൽസന്താന ലബ്ധി വരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇല്ലാതെ, നഷ്ടബോധമില്ലാതെ കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറിയിരുന്ന ആളുകൾ ഒക്കെ അനുകൂലമായ സ്ഥിതിവിശേഷമൊക്കെ കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മഹാഭാഗ്യ ദിനങ്ങളുടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പലപ്പോഴും മാനസികമായ വിടകൾ, ഒട്ടേറെ പ്രശ്നങ്ങൾ, മനസ്സിനൊരു സമാധാനവും സുഖവും ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ, ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു അനുഭവത്തിൽ നിന്ന് ഇവർക്ക് നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മഹാഭാഗ്യം തന്നെ ഇവർക്ക് ലഭിക്കുന്നു. ഭാഗ്യത്തിന്റെ അനുകൂലമായ അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സമ്പത്ത് കുതിച്ചുയരാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന ധനപരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗവും സമ്പാദ്യവും ഒക്കെ വന്നു ചേരുന്നതിനും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലൊക്കെ അനുഭവിക്കുന്ന ഒരു അവസരം എന്ന് പറയുന്നത്, സാധ്യതകൾ എന്ന് പറയുന്നത്, അവിടെ അനുകൂലമായ സമയം, നല്ല സമയം തെളിഞ്ഞിരിക്കുന്നതുകൊണ്ട് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഒട്ടേറെ നന്മകളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പ്രമാണം. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.